ജനന സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രഹം നീചത്തിൽ നിന്നാൽ ആ നീചരാശിയുടെ അധിപനോ അല്ലെങ്കിൽ ആ നീചരാശി ഉച്ചക്ഷേത്രമായിട്ടുള്ള ഗ്രഹമോ ചന്ദ്രകേന്ദ്രത്തിൽ വരിക. അതുമല്ലെങ്കിൽ ആ നീചരാശി ഉച്ചക്ഷേത്രമായിട്ടുള്ള ഗ്രഹമോ നീചരാശിയുടെ അധിപനായ ഗ്രഹത്തിൻ്റെ ഉച്ചരാശ്യാധിപനോ ഇവരിൽ ഏതെങ്കിലും ഗ്രഹം ലഗ്നകേന്ദ്രത്തിൽ വരിക. ഇവ രണ്ടും നീചഭംഗ രാജയോഗങ്ങളാണ്. ഒരു ഗ്രഹം ഉച്ചം പ്രാപിച്ചു നിൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ആ ഗ്രഹം നീചം പ്രാപിച്ച് നീചഭംഗ രാജയോഗം ചെയ്യപ്പെടുന്നത്. ഓരോ യോഗങ്ങളുടെയും ഫലം പൂർണ്ണമായി അനുഭവപ്പെടണമെങ്കിൽ അതാത് ഗ്രഹങ്ങൾക്ക് വേണ്ടത്ര ബലവും അനുകൂല സ്ഥാനങ്ങളും ലഭിച്ചിരിക്കണം. ചന്ദ്രന് ബലവും ഉണ്ടാകണം. അതല്ലെങ്കിൽ ഏത് യോഗമുണ്ടെങ്കിലും പൂർണ്ണ ഫലം ലഭിച്ചെന്ന് വരില്ല. നീചഭംഗ രാജയോഗത്തിൽ ജനിക്കുന്നവൻ ഉന്നത പദവികൾ അലങ്കരിക്കുന്നവനും ഉന്നതമായ ഭാഗ്യാധികത ഉള്ളവനും എവിടെയും ആദരിക്കപ്പെടുന്നവനും എല്ലാവരാലും അറിയപ്പെടുന്നവനും ധാർമ്മികനും സമർത്ഥനും ധനവാനും ചക്രവർത്തി തുല്യമായ ജീവിതം അനുഭവിക്കുന്നവനുമായിരിക്കും.